ധനകാര്യമന്ത്രി 2018-19 ഒരു ടാക്സ് അവതരിപ്പിച്ചു. പുതിയ ടാക്സ് എന്തിനാണെന്നറിയോ? ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കർ. അതായത് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ എന്ന് വെച്ചാൽ ഇവിടെ കിട്ടുന്ന സാധനം, മറ്റത് വിദേശത്ത് നിർമ്മിച്ച് ഇവിടെ വിൽക്കുന്ന സാധനം. എടാ, അതിൻ്റെ ആൽക്കഹോളിക് കണ്ടന്റ് എത്രയെന്നറിയോ? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, വൈന് 86, ബിയറിന് 116. ഇതിൻ്റെ ആൽക്കഹോളിക് കണ്ടന്റ് എന്ന് പറയുന്നത് 40% മുതൽ 60% വരെയാണ്. ഹൈ, നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിനേക്കാൾ കൂടുതൽ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ള സാധനം. അന്ന് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന് 210% ടാക്സ് ആയിരുന്നപ്പോൾ ഇവരുടെ ഗവൺമെന്റ് കൊണ്ടുവന്ന ടാക്സ് എത്രയെന്നറിയോ? 78%. ബക്കാടി കമ്പനിയുമായി ഏർപ്പെട്ടിട്ടാണ് മുഖ്യമന്ത്രി ഇത് ചെയ്തത്. എന്തെല്ലാം ആരോപണമാണ്! എത്ര കിട്ടി അല്ലേ? ഞാൻ പറഞ്ഞുതരാം എത്ര കിട്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് ഈ പരിപാടി തുടങ്ങിയെന്നറിയോ? അതായത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് മെയ് 20. 6 മാസത്തിനകം ഇപ്പൊ എനിക്കെതിരായിട്ട് പറഞ്ഞ ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ എക്സൈസ് മന്ത്രിയാണ്. ആദ്യത്തെ നോട്ടാണ്. ഗണ്യ കാണുക. അന്നത്തെ ബക്കാടി ഇന്ത്യ, SDF ഇൻഡസ്ട്രീസ് എന്നിവ നൽകിയ അപേക്ഷകളും സമാനമായ മറ്റ് അപേക്ഷകളും ഒരുമിപ്പിച്ച് ഖണ്ഡികയിൽ പറഞ്ഞതു പ്രകാരം വീര്യം കുറഞ്ഞ മദ്യത്തിന് വ്യക്തമായ നിർവചനം നൽകി വിശദമായ റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കുക. 31/3/2022 ആ സർക്കാരിന്റെ മദ്യനയം, അതിലെ ഐറ്റം 25, ഏത് LDF സർക്കാരിന്റെ ഉദയഭാനു കമ്മീഷന്റെ ശുപാർശയിൽ വീര്യം കുറഞ്ഞ മദ്യം പ്രോത്സാഹിപ്പിക്കാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സംസ്ഥാനത്ത് 20% വരെ വീര്യമുള്ള മദ്യം ലഭ്യമാക്കുന്നതിന് നടപടി സ്വീകരിക്കും. വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ ഇറങ്ങിയാൽ അപകടമാണ് എന്ന് പറഞ്ഞ സർക്കാരിന്റെ മദ്യനയം. ബഹളമൊന്നും ഉണ്ടാക്കണ്ട, മുഴുവൻ കേക്ക്. മൂന്നാമത് അന്നത്തെ എക്സൈസ് മന്ത്രി ഇവിടെ പറഞ്ഞ ഉത്തരം, അസംബ്ലിയിൽ പറഞ്ഞ ഉത്തരം, ബക്കാടി ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്ഥാപനം അവരുടെ ഉൽപ്പന്നങ്ങളായ ബക്കാടി, ബ്രീസർ, ബക്കാടി പ്ലസ് എന്നീ ലഹരി പാനീയങ്ങൾ കേരളത്തിൽ വിൽപ്പന നടത്തുന്നതിന് അനുമതിക്ക് അപേക്ഷ സമർപ്പിച്ചിരുന്നു. ബക്കാടി ബ്രീസറിൽ 4.8 പ്ലസിൽ 8% ആൽക്കഹോളാണ് അടങ്ങിയിരിക്കുന്നത്. 2022-23 വർഷത്തിലെ മദ്യനയത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രകാരം 0.5 മുതൽ 20 വരെയുള്ള ആൽക്കഹോൾ കണ്ടന്റുള്ള മദ്യം വിപണനം നടത്തുന്നതിന് വിദേശ മദ്യ ചട്ടത്തിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ഫോറിൻ ലിക്കർ റൂൾസിൽ അമെന്റ്മെന്റ് നടത്തി. ഫോറിൻ ലിക്കർ റൂൾസിൽ ചട്ടത്തിൽ അമെന്റ്മെന്റ് നടത്തി. ബക്കാടി ചോദിച്ചു, അത് ബിയറിനും വൈനിനും ഇടയ്ക്കുള്ള ഒരു സംഭവം വേണമെന്ന്. അപ്പോൾ ബിയറിന്റെ ടാക്സ് എന്ന് പറയുന്നത് 116% വൈനിൻ്റെത് 86%. ഇതിന്റെ ഇടയിൽ ഒരു ടാക്സ്, അതിന്റെ നടപടി കൊടുത്തില്ല. നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി. അല്ല കേക്ക്, ഞാൻ പറഞ്ഞില്ലല്ലോ, കൊടുത്തെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എല്ലാമായി അതിന്റെ നടപടിക്രമങ്ങൾ ഫയലായി. ഇലക്ഷൻ ആയതുകൊണ്ടാണ് കൊടുക്കാറുള്ളത്. നമ്മുടെ മുമ്പിൽ ഈ ഫയൽ വന്നു. ഈ ഫയൽ ബജറ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് വന്നു. ശരവേഗം തീരുമാനമെടുത്തെന്നാണ്. കേട്ടോ, കേൾക്കണ്ടേ? അതൊക്കെ മറുപടി കേക്ക്. അതിങ്ങനെ ഓടിപ്പോയി 7 ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് പോയെന്ന് പറഞ്ഞു. ഇവിടെ ഒരു സർക്കാർ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ടാക്സ് തീരുമാനിക്കുന്നത് തലേയാഴ്ചയാണ്. തലേ ദിവസം രാത്രിയാണ് ഫൈനലൈസ് ചെയ്യുന്നത്, ആണല്ലോ. എന്നിട്ട് രാത്രി 1 മണി കഴിഞ്ഞിട്ടാണ് ടാക്സ് പോർഷൻ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുന്നത്. ശരവേഗത്തിലാണ് പോണത്. ഒരു ടാക്സ് നിശ്ചയിക്കാൻ ഫയല് പോകേണ്ടത് അങ്ങനെ തന്നെയാണ്. വേഗത്തിൽ പോയിട്ടാണ് രാത്രി 12 മണിക്ക് മുമ്പാണ് നമ്മളിത് ഫൈനലൈസ് ചെയ്ത് അവർക്ക് കൊടുത്ത് 1 മണിക്കാണ് ഇത് പ്രിന്റിങ്ങിന് പോണത്. ഇത് ഞങ്ങൾ എന്താ തീരുമാനിക്കാൻ കാര്യം? അവർ പറഞ്ഞ ഈ 86-നും 116-നും ഇടയിലല്ല നമ്മൾ വെച്ചത്. നമ്മൾ 0.5 തൊട്ട് 10 വരെ 120% വെച്ചു. 10% മുതൽ 20% വരെ 175% വെച്ചത്. 175%. ഞങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളുടെ എല്ലാം ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ടാക്സ് പരിശോധിച്ചു. കേരളത്തിലാണ് ഈ വെച്ചിരിക്കുന്നതാണ് ഏറ്റവും കൂടിയ ടാക്സ്, 78%. എന്നിട്ട് 2022-23 ഇപ്പോ 251% വരെ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന്. അപ്പോ ഈ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന്റെ ടാക്സ് എത്രയെന്നറിയോ? 115%, ബിയറിനേക്കാൾ താഴെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ജോണി വാക്കറിന്റെ നിന്നും ഷീവാ ശ്രീകളുടെ നിന്നും കൈ നീട്ടി വാങ്ങിച്ചിട്ടാണോ ഈ 78 കൊടുത്ത്?
അതാണ് ചോദ്യം. ജോണി വാക്കറിന്റെ നിന്നും ഷീവാസ് റീഗലിന്റെ നിന്നും കൈ നീട്ടി വാങ്ങിച്ചിട്ടാണോ 78% 60% വരെ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ള സാധനം മേടിച്ചത്?